മാങ്ങാനം സെൻറ് പീറ്റേഴ്സ് മാർ തോമ ഇടവക ശതോത്തര കനക ജൂബിലി പരിപാടികളുടെ സംക്ഷിപ്ത റിപ്പോർട്ട്. സംവത്സരങ്ങളെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ വൻകൃപകൾ പ്രാപിച്ച മാങ്ങാനം സെൻറ് പീറ്റേഴ്സ് മാർ തോമ ഇടവക വിശ്വാസ തീർത്ഥയാനത്തിൽ 150 സംവത്സരങ്ങൾ പിന്നിടുന്ന അതീവധന്യമായ ചരിത്ര നിമിഷങ്ങളെ അവിസ്മരണീയവും അനുഗ്രഹപ്രദവുമാക്കി തീർക്കുവാനുള്ള ഇടവകയുടെ പ്രാർത്ഥനാപൂർവമായ തീരുമാനത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര കനക ജൂബിലി പരിപാടികളുടെ സംക്ഷിപ്ത റിപ്പോർട്ട് സർവശക്തനായ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടും നേതൃത്വം നൽകിയവരോടും സഹകരിച്ചവരുമായ ഏവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും വിനയപൂർവ്വം അവതരിപ്പിച്ചുകൊള്ളുന്നു. ശതോത്തര കനക ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടന സമ്മേളനം. ഇടവകയുടെ ശതോത്തര കനക ജൂബിലിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും 2024 ഏപ്രിൽ മാസം 24-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയുണ്ടായി. ഹോം ഫോർ ഹോംലെസ് പ്രൊജക്ട്. ശതോത്തര കനക ജൂബിലി ഹോം ഫോർ ഹോംലെസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ ഒരു ഇടവക അംഗത്തിന് സ്ഥലം വാങ്ങുകയും 2023 ഡിസംബർ 21-ാം തീയതി ഭവന നിർമ്മാണത്തിന് തറക്കല്ലിടുകയും 2024 ഏപ്രിൽ മാസം 20-ാം തീയതി പണി പൂർത്തിയാക്കി ഭവന കൂദാശ നടത്തുകയും ചെയ്തു. പ്രതിദിനം ദൈവവചനത്തോടൊപ്പം മെയ് 1 മുതലുള്ള എല്ലാ ദിവസങ്ങളിലും പ്രതിദിന ധ്യാനത്തിനായി ഓരോ വാക്യം ഇടവകയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടുവരുന്നു. ജൂബിലി പ്രയർ ഫെലോഷിപ്പ്. മെയ് 1 മുതലുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6 മുതൽ 7 വരെ പള്ളിയിൽ വെച്ച് ഓരോ ഏരിയ പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ശതോത്തര കനക ജൂബിലി പ്രയർ നടത്തി. ഭവന സന്ദർശനവും സ്നേഹനിധി സമാഹരണവും. മെയ് 6 മുതൽ ജൂൺ 15 വരെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും ജൂബിലി വിസിറ്റ് നടത്തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഫണ്ട് ശേഖരണത്തിനായി സ്നേഹനിധി എന്ന പേരിൽ ഒരു ബോക്സ് നൽകുകയും ചെയ്തു. സ്നേഹനിധി സമാഹരണം അനുഗ്രഹകരമായി പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച ഏവർക്കും നന്ദി. സ്നേഹനിധിയായി ലഭിച്ച തുകയിൽ നിന്ന് സ്നേഹാർത്തരം എന്ന പേരിൽ മാങ്ങാനം മന്ദിരം ഹോസ്പിറ്റലിലേക്ക് ഒരു ഡയാലിസിസ് മിഷൻ നൽകുന്നതിനും ഹൃദയാർദ്രം എന്ന പേരിൽ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിനും ക്രമീകരണം ചെയ്യുന്നു. കരിയർ പ്ലാനിംഗ് സെമിനാർ. മെയ് 9-ന് ഇടവകയിലെ സൺഡേ സ്കൂളുകളുടെയും യുവജന സഖ്യത്തിൻ്റെയും നേതൃത്വത്തിൽ സ്റ്റുഡൻസ്, പേരൻസ് എന്നിവർക്കായി ഒരു കരിയർ പ്ലാനിംഗ് സെമിനാർ നടത്തപ്പെട്ടു. പ്രശസ്ത പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് ശ്രീ അനീഷ് മോഹൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം. മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിമല മാർ ഗ്രിഗോറിയസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഒരു ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം ക്രമീകരിക്കുകയും പ്രശസ്ത സീനിയർ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ മാത്യൂസ് ജോസ് ക്യാൻസർ പ്രതിരോധവും ചികിത്സയും വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ്സിന് നേതൃത്വം നൽകുകയുമുണ്ടായി. മുൻ വികാരിമാരെ ആദരിക്കൽ. ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള മുൻ വികാരിമാരും സഹവികാരിമാരും മെയ് 26-ാം തീയതി മുതലുള്ള ഞായറാഴ്ചകളിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും തദവസരത്തിൽ മെമൻറ്റോ നൽകി ആദരിക്കുകയും ചെയ്തു. പരിസ്ഥിതി ദിനാചരണവും ഫോട്ടോഗ്രാഫി മത്സരവും ഫോട്ടോ എക്സിബിഷനും. ജൂൺ 16-ാം തീയതി പരിസ്ഥിതി ദിന ആചരണത്തോടനുബന്ധിച്ച് ഹരിതാപം എന്ന പേരിൽ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിസ്ഥിതി പ്രോഗ്രാമുകൾ ക്രമീകരിച്ചു. പള്ളിയുടെ പരിസരത്ത് വൃക്ഷത്തൈ നടുകയും മലയാള മനോരമയും ഇടവകയും ചേർന്ന് പരിസ്ഥിതി ദിന ഫോട്ടോഗ്രാഫി മത്സരവും ജൂൺ 30-ന് അതിൻ്റെ എക്സിബിഷനും സമ്മാനദാനവും നടത്തുകയും ചെയ്തു. ധനശേഖരണാർത്ഥം ജൂൺ 16, 23 തീയതികളിൽ ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികൾ ലേലം ചെയ്തു. സ്വരുമ. സേവികാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ 20-ാം തീയതി ജീവിത പങ്കാളി നഷ്ടപ്പെട്ട സ്ത്രീകൾക്കായി സ്വരുമ എന്ന പേരിൽ ഒരു കൂടിവരവ് നടത്തുകയുണ്ടായി. ശ്രീമതി ലിസി ജോൺ മാത്യു കൊച്ചമ്മ ക്ലാസ്സിന് നേതൃത്വം നൽകി. സഫലം. മുൻ ഇടവക ചുമതലക്കാരുടെ സംഗമം. 2024 ഓഗസ്റ്റ് 15-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് സഫലം എന്ന പേരിൽ മുൻ ഇടവക ചുമതലക്കാരുടെ കുടുംബ സംഗമം നടത്തുകയുണ്ടായി. വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ അച്ഛൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്നേഹത്തണൽ. 2024 സെപ്റ്റംബർ 1-ാം തീയതി ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം കനക ജൂബിലി കമ്മിറ്റിയും സേവികാ സംഘവും ചേർന്ന് നമ്മുടെ ഇടവകയിൽ നിന്ന് വിവാഹം കഴിഞ്ഞു പോയ സ്ത്രീകളെയും ഇടവകയിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തണൽ എന്ന ഒരു കൂട്ടായ്മ നടത്തുകയുണ്ടായി.
ഈ കൂട്ടായ്മയിൽ മുഖ്യ അതിഥിയായി ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ പങ്കെടുത്തു. ഡിവൈൻ ഹാർമണി മ്യൂസിക്കൽ ഈവനിംഗ് പ്രോഗ്രാം 2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച വൈകുന്നേരം കനക ജൂബിലി കമ്മിറ്റിയും ഇടവക ഗായക സംഘവും ചേർന്ന് ഡിവൈൻ ഹാർമണി എന്ന ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടത്തുകയുണ്ടായി. റൈറ്റ് റവറൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഫിലിം ഡയറക്ടറായ ബ്ലെസ്സി ഐബ് തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. ഈ പ്രോഗ്രാമിൽ ഇമ്മാനുവേൽ CSI കത്തീഡ്രൽ ചർച്ച് കൊയർ എറണാകുളം, കോട്ടയം മിക്സഡ് വോയിസസ്, അമരവിള യൂത്ത് കോറസ് തിരുവനന്തപുരം, ദി സെൻറ്റ് പീറ്റേഴ്സ് ക്രിസൻറ്റോ മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ച് കൊയർ എന്നീ ഗായക സംഘങ്ങൾ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. മന്ത്രാലയ മിഷൻ ഫീൽഡ് സന്ദർശനം 2024 നവംബർ മാസം 4 മുതൽ 9 വരെ സഹവികാരിയായ റവറൻ ജോജി ഉമ്മൻ ഫിലിപ്പ് അച്ഛൻ്റെ നേതൃത്വത്തിൽ 12 പേർ മന്ത്രാലയ മിഷൻ ഫീൽഡ് സന്ദർശിക്കുകയും അവിടുത്തെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ശതോത്തര കനക ജൂബിലി സ്മരണിക 2025 നമ്മുടെ ഇടവകയുടെ ശതോത്തര കനക ജൂബിലി പരിപാടികളുടെ ഭാഗമായി പുറത്തിറക്കുന്ന ശതോത്തര കനക ജൂബിലി സ്മരണികയുടെ പ്രകാശനം ഈ യോഗത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത നിർവഹിക്കുന്നതാണ്. ജൂബിലി കൺവെൻഷൻ ഇടവകയുടെ ഈ വർഷത്തെ വാർഷിക കൺവെൻഷൻ ജൂബിലി കൺവെൻഷൻ എന്ന പേരിൽ 2025 ജനുവരി 2, 3, 4 തീയതികളിൽ നടത്തുകയുണ്ടായി. റൈറ്റ് റവറൻ PD ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, റവറൻ AT സക്കറിയ, ബ്രദർ തോമസ് ജോർജ് എന്നിവർ വിവിധ യോഗങ്ങളിൽ വചന ശുശ്രൂഷ നിർവഹിച്ചു. ഉപസംഹാരം സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. 150 വർഷക്കാലം നമ്മുടെ ഇടവകയെ ദൈവം അത്ഭുതകരമായും അതിശയകരമായും വഴി നടത്തി. ഇടവകയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കൈത്താങ്ങലുകൾ നൽകി അനുഗ്രഹിക്കുന്ന അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യരായ മറ്റ് തിരുമേനിമാർ, ഇടവക വികാരിമാർ, ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ശതോത്തര കനക ജൂബിലി സബ് കമ്മിറ്റി കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഓഫീസ് സ്റ്റാഫ്, ശുശ്രൂഷകർ തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. സങ്കീർത്തനം 116:12 പറയുന്നത് പോലെ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. ഇടവകയിലുള്ള നമ്മൾ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് ഉയരേണ്ടത് നന്ദിയും സ്തുതിയും സ്തോത്രവുമാണ്. ഇന്നയോളം നമ്മുടെ ഇടവകയെ ജയോത്സവമായി വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് സ്തുതിസ്തോത്രം അർപ്പിച്ചുകൊണ്ടും വിശ്വാസ തീർത്ഥയാനത്തിൻ്റെ ദൗത്യസരണികളിൽ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ച് ഫലം കായ്ക്കുവാനും അധികം ഫലം കായ്ക്കുവാനും ദൈവകൃപയിൽ ശരണപ്പെട്ട് മുന്നേറുവാനും ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഉപസംഹരിച്ചുകൊള്ളുന്നു.